ഈ ഘട്ടത്തിൽ തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഏതായാലും കടുത്ത വിമർശനം ഇ പി ജയരാജൻ കേൾക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്ത് CPM-ൻ്റെ ഒരു ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ ബോംബ് പൊട്ടിയത്. അതിൻ്റെ എത്രമാത്രമായിരുന്നു CPM-ന് അത് തിരിച്ചടിയായത്? അതിൻ്റെ 10 മടങ്ങായിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ CPM-ന് ഇട്ട ബോംബ് എന്ന് പറയേണ്ടി വരും. കാരണം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ BJP CPM-ൻ്റെയും ബന്ധം പുറത്തേക്ക് വരുന്നു. പ്രത്യേകിച്ചും CPM-ൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, ഞാൻ നേരത്തെ മുൻപൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഇ പി ജയരാജൻ ആയിരിക്കുമെന്നതിൽ സംശയമില്ല. പിണറായി വിജയന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ശേഷം ഈ മുന്നണിയെ തന്നെ കൊണ്ടുപോകുന്ന LDF കൺവീനറാണ് ഇത്തരത്തിൽ BJP-യുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനാ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അത് അത്യന്തം ഗൗരവകരമായി തന്നെയാണ് CPM നേതൃത്വവും കാണുന്നത്. കടുത്ത വിമർശനം ഇപ്പോൾ തന്നെ ഏതായാലും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇ പി ജയരാജനെതിരെ ഉയരുന്നുണ്ട്. ഏതായാലും നടപടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പിണറായി വിജയൻ്റെ ഒരു പരസ്യ ശാസനയിൽ ഇത് ഒതുക്കാനാകില്ല എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുന്നണിക്കുള്ളിലും ഇത്തരത്തിൽ ഇ പി ജയരാജനെതിരെ കടുത്ത പ്രതിഷേധം പുകയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പല ഇടങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ഉറപ്പായും ചർച്ചയാകും. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനവും ഉണ്ടാകും. ശരി, ഫെലിക്സിലേക്ക് കൂടി പോവുകയാണ്. ഫെലിക്സ്, കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ഇന്നലെ ചർച്ചയായത് ഈ വിഷയമാണ്, ഈ കൂടിക്കാഴ്ചയാണ്. ഇപ്പം നോക്കൂ, പി ജയരാജൻ ഇന്നലെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്, ഇതിനു മുൻപ് ഈ പറയുന്ന നന്ദകുമാർ തന്നെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു ഉത്സവത്തിന് വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല. അതായത് ഒരു ജാഗ്രത കുറവുണ്ടായെന്ന് നേതാക്കൾ തന്നെ പറഞ്ഞു വരികയാണ്. അപ്പോൾ മറ്റു നേതാക്കൾക്കറിയാം എപ്പോൾ ആരോട് നോ പറയണമെന്ന്, പക്ഷെ ഇ പി ജയരാജൻ അത് കഴിയാതെ പോയി എന്നുകൂടി പറഞ്ഞു വെക്കുകയല്ലേ അവർ? തീർച്ചയായും ഏറ്റവും ഒടുവിലായി കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MP ജയരാജനും സമാനമായ നിലപാടാണ് വ്യക്തമാക്കിയത്. അതായത് EP അദ്ദേഹവും തള്ളുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, PP അംഗം കൂടിയായ പിണറായി വിജയൻ പറഞ്ഞതാണ് പാർട്ടി നിലപാട് EP വിഷയത്തിൽ എന്ന് വ്യക്തമാക്കുന്നു. അതായത് ഈ പറയുന്ന അദ്ദേഹത്തെ EP പൂർണ്ണമായും തള്ളിക്കൊണ്ട് EP-ക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ്. അത് പാർട്ടിയുടെ തന്നെ നിലപാടാണ് എന്നതാണ് MP ജയരാജൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി കൂടി EP തള്ളി പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർണായകമായ തീരുമാനമല്ല. ഈ വിഷയം ഉറപ്പായിട്ടും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. MP ജയരാജൻ പറയുന്നത് ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്താണ്, ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയത് എന്ന് MP ജയരാജൻ പറയുമ്പോൾ തീർച്ചയായും അതിൽ ഒരു വ്യക്തതയുണ്ട്. അതായത് ഒരു പാർട്ടിയുടെ നിലപാടായി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ EP-യെ തള്ളിക്കൊണ്ടുള്ള ഇന്നലത്തെ നിലപാടിനെ പാർട്ടി പോലും വിലയിരുത്തുന്നത്, നേതാക്കൾ വിലയിരുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം EP നടത്തിയ ഈ കൂടിക്കാഴ്ച അതെന്തിനെന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ EP പറയാൻ തയ്യാറായി? ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്നും EP-ക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു. അന്നത്തെ ആ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് അതൊരു പ്രധാന ചർച്ചാ വിഷയമാക്കി മാറാൻ ഇടയാക്കിയ സാഹചര്യം EP ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ പാർട്ടി അക്കാര്യത്തിൽ ഗൗരവമായി തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ കാണുന്നത്.